पति ब्रह्मचारी। അപ്പൊ ഇന്നലെ രാത്രി നീ അവളെ ആരതി ഒഴിയായിരുന്നോ? ഇന്നലെ നിങ്ങൾ രണ്ടുപേരും ഒരേ മുറിയില് ഒരേ കിടക്കയില്. ഇനി നീ ഒരു അക്ഷരം മിണ്ടി പോരുത്. ആ കല്യാണം എന്റെ നിവൃത്തികേട് കൊണ്ട് നടന്നത് മാത്രമായിരുന്നു, വേറെ ഒന്നുമല്ല. ഒന്നാമത്തെ കാര്യം, സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞ് എനിക്കതിന് നോ പറയാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് പൈസക്ക് വളരെ അത്യാവശ്യമായിരുന്നു. സൂരജ് വേണമെങ്കിൽ അവന്റെ ജീവൻ കൊടുക്കും, പക്ഷെ ബ്രഹ്മചര്യം ആർക്കും മുമ്പിൽ അടിയറ വയ്ക്കാൻ നിൽക്കില്ല. ഇതിനും അപ്പുറം നീ എന്ത് വേണമെങ്കിലും കരുതിക്കോ, എനിക്കൊരു കോപ്പുമില്ല. ഒരു പ്രാന്തിയാണെങ്കിൽ ഇവിടെ ഒന്ന് പുറത്തിരിക്കുക, രണ്ടാമത്തേത് അവിടെ അകത്ത് കയറിയ ചാടി കടിക്കാനിരിക്കോ. ഇനിയിപ്പോ എവിടെ പോയി ജീവിക്കണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ. അല്ല ചിറ്റപ്പ, വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണമോ? അയ്യോ വേണ്ട മോളെ, ഇതിപ്പോ ഞാൻ എനിക്ക് വേണ്ടിയല്ല ഉണ്ടാക്കുന്നത്, ആ കുട്ടിക്ക് വേണ്ടിയാ. അവളുടെ വീട്ടിൽ അവള് ഇതൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. എടി ദരിദ്രവാസി, എല്ലാവർക്കും കൂടെ വച്ചിരുന്ന ബദാം നീ ഒറ്റയ്ക്കെടുത്ത് കഴിക്കുവാണോ? നിന്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചൊന്നും അല്ലല്ലോ. ആ, നിനക്ക് പായസവും ഇല്ല, ഇന്ന് പിസ്തയില്ല, ബദാമും ഇല്ല. പോടി അമ്മേ. ഞാൻ കുറച്ച് ബദാം എടുത്തപ്പം ആകാശം ഇടിഞ്ഞു വീണതാ. ഞാനൊന്നും അത് കഴിക്കാൻ യോഗ്യതയില്ലാത്തവളായിരുന്നു. ഇവിടെപ്പ ചിറ്റപ്പൻ പുതിയ മരുമോളെ സൽക്കരിക്കാൻ നിക്ക. അവൾ വലിയ പണക്കാരിയല്ലേ? ഒരു കഷ്ണം പച്ചമുളക് പോലും കൊണ്ടുവരാതെയാ അവൾ ഇങ്ങോട്ട് വന്നേക്കുന്നത്. കഴിക്കും മോളെ, കഴിക്കും മോളെ, അല്ലെങ്കിൽ എങ്ങനെയാ ശക്തി കിട്ടുക? ശക്തി കിട്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ആരെ തോൽപ്പിക്കാനാ? എന്റെ സ്വന്തം ആളുകൾക്കെതിരെ പോരാടാനോ? അവര് തന്നെ എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഈ വിധിയോട് പോരാടാനോ? അതോ ഇനി ഞാൻ ആ ഗുണ്ടയെ നേരിടണോ? ഒരിക്കലും ഭർത്താവായി സങ്കല്പിക്കാത്ത അവനെ ഞാൻ നേരിടണം. അറിയില്ല. മോളെ, നിന്റെ വീട്ടിലെ പോലെ ഈ വീടിന്റെ ചുവരും ജനലും മേൽക്കൂരയൊന്നും അത്ര വലുതായിക്കൊള്ളണമെന്നില്ല. പക്ഷെ മനസ്സ് വളരെ വലുതാണ്. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റൂ. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്റെ മകളായിട്ടായിരിക്കും കഴിയുന്നത്. നിനക്ക് എന്ത് എപ്പോ വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാനുണ്ട് ഇവിടെ. കാലങ്ങളോളം എന്റെ മനസ്സാഗ്രഹിച്ചതുപോലെ ജീവിച്ചവളാ. എന്നാലും ഒരിക്കലും ആരും എന്നോട് എന്റെ ഇഷ്ടം എന്താന്ന് ചോദിച്ചിട്ടില്ല. എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇനിയിപ്പോ ഈശ്വരനോട് ചോദിക്കാനാണെങ്കിൽ ഞാൻ എന്ത് ചോദിക്കാനാ? പൊള്ളയായിരുന്നു ആ ജീവിതവും. ഓരോ നിമിഷവും ഞാൻ സത്യമാണെന്ന് വിചാരിച്ച ജീവിതവും ഇല്ല. ഇന്നലെ ഇന്നിന്റെ ഇടയ്ക്കുണ്ടായ കാര്യങ്ങൾ ഒരിക്കലും ഒരു സ്വപ്നം പോലെ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയില്ല. ഇനി ഒരു തരത്തിലും എനിക്ക് എന്റെ പഴയ അച്ഛനെ കിട്ടാനുള്ള സാധ്യതയില്ല. അവനവനേക്കാളേറെ എന്നെ സ്നേഹിച്ച അച്ഛനെ എനിക്കിനി കിട്ടില്ല. അച്ഛൻ എന്റെ എല്ലാ കുസൃതിക്കും കൂട്ടി നിൽക്കുമായിരുന്നു. ആ അച്ഛനാ സ്വന്തം വാശിക്ക് വേണ്ടി എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ നൽകി വിട്ടിരിക്കുന്നത്.
മാറിക്കോ മാറിക്കോ. എങ്കിലും ഒരു അച്ഛന് സ്വന്തം മകളെ എങ്ങനെ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാൻ കഴിയും? എടാ മോനെ, ഒന്ന് സൂരജിനെ വിളിച്ചേടാ. എന്താ അവനെ കാണാത്തെ? അവൻ എവിടെ പോയി? ആ ദിവസങ്ങളൊക്കെ പോയി അമ്മേ. നിങ്ങൾ വിചാരിച്ച ഉടനെ പ്രത്യക്ഷപ്പെടുന്ന സൂരജ് ഒന്നും ഇപ്പൊ ഇല്ല. ഇനി അവന്റെ കള്ള ബ്രഹ്മചാര്യം കൊണ്ട് അവൻ എവിടെയും കാണാൻ കിട്ടില്ല. ഞാൻ വന്നല്ലോ അമ്മായി. അപ്പൊ സൂരജും വൈകാതെ വന്നോളൂ. ഓ എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നീയെങ്കിലും ഉണ്ടല്ലോ. സിന്ദൂരോ? ഇതെങ്ങനെയാ വന്നത്? ഇനിയിപ്പൊ സൂരജ് എങ്ങാനും അവന്റെ ബ്രഹ്മചാരി വ്രതം വേണ്ടാന്നെങ്ങാനും വെച്ചോ? എന്നിട്ടാണോ നിന്നെ കുങ്കുമം അണിയിച്ചത്? ആ ബ്രഹ്മചാരിയെ ആഗ്രഹിച്ചതുപോലെ കല്യാണം കഴിക്കണമെങ്കിൽ അതിനൊരു വിധിയൊക്കെ വേണോ അമ്മായി? ഒന്നുമില്ല, ഞാൻ വരുന്ന വഴിക്കൊന്ന് അമ്പലത്തിൽ കയറിയിരുന്നു. അവിടെ വെച്ച് നെറ്റിയിൽ തടവിയപ്പോ അബദ്ധത്തിൽ സിന്ദൂരം പറ്റിയതായിരിക്കും. അങ്ങനെയാണെങ്കിലേ അത് ഭഗവതി തന്ന സൂചനയായിരിക്കും. എന്നാലേ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ സിന്ദൂര രേഖയിൽ സൂരജ് തന്നെ സിന്ദൂരം തൊടിക്കും. അമ്മായി ഇങ്ങനെ ആശുപത്രിയിലല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി തന്നെ സത്യങ്ങളൊക്കെ പറഞ്ഞേന്. സൂരജ് നമ്മളെല്ലാരും ചതിച്ച കാര്യം ഞാനിപ്പോ പറയുന്നില്ല. അമ്മ വെള്ളം വെള്ളം. ഇതാ മോളെ. ഏട്ടാ ഇതിലെന്താ? നമ്മുടെ പൈപ്പിലെ വെള്ളം കുടിച്ച് ഇവൾക്ക് ശീലം ഉണ്ടാവില്ലല്ലോ. ഇനി ചിലപ്പോ വല്ല അസുഖം പിടിച്ചാലോ? ഇത്രയും വില കൂടിയ വെള്ളോ? അതും ഒരു പെട്ടി നിറയെ. सा भी मेरी तरह ना कहीं से मैं तेरी तरह मिलके भी दोनों हैं अजनबी कैसी है ये दास्तां तू कहाँ मैं कहाँ तू ഓ, അപ്പൊ ഇതുകൊണ്ടാ ഏട്ടത്തി രാവിലെ കൊടുത്ത വെള്ളം കുടിക്കാതിരുന്നേ? ശ്ശോ, ഇത്ര ചെറിയ കാര്യം എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് മനസ്സിലാകാത്തത് വേറൊരു കാര്യ. ഈ ഇഷ വീട്ടിൽ വന്നത് മുതൽ സൂര്യചേട്ടന് ഭയങ്കര മാറ്റങ്ങൾ കാണുന്നുണ്ട്. അതായത് 1 2 3 4 ഈ കുപ്പികളുടെ കണക്കെടുത്ത് നോക്കിയാ 24 കുപ്പികളും കൂടി 240 രൂപയായി. പിന്നെ കൊണ്ടുവരാനുള്ള ഓട്ടോ കൂലിയും കൂടെ നോക്കിയാ 340 രൂപയോ? ഒരാവശ്യമില്ലാതെ 340 രൂപ വെറുതെ വെള്ളത്തിനു വേണ്ടി കളയിപ്പിച്ചു രാത്രി. ഇവൾക്ക് വേണ്ടി ഉണ്ടാവുന്ന ചെലവുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നതാ നല്ലത്. ആദ്യമായിട്ടാ അമ്മയില്ലാഞ്ഞിട്ട് എനിക്ക് കുറച്ച് വിഷമം തോന്നുന്നത്. ഇവിടെ നടക്കുന്ന ഈ കൂത്തുകളെല്ലാം തന്നെ അമ്മയോട് എത്രയും പെട്ടെന്ന് പറയണം.
പക്ഷെ എങ്ങനെ പറയും? എങ്ങനെ പോയി പറയും? ഹോസ്പിറ്റലിലാണെങ്കിൽ ഏത് സമയത്തും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പം ആരെങ്കിലും ഒരാള് ഇതൊക്കെ അറിഞ്ഞാലോ? അമ്മയോടെല്ലാം ഞാനാ പറഞ്ഞെന്നും പറഞ്ഞ് ഇവരൊക്കെ കൂടെ എന്റെ തല എടുക്കും. ഗ്ലാസ്സിന് നല്ല ചൂടുണ്ടല്ലോ. ഇനി പനി വല്ലതും ഉണ്ടോ? കാവ്യ, നീ ഒന്നിങ്ങോട്ട് വന്നേ. ഇവൾക്ക് പനിയുണ്ടോ നോക്കിയേ. ദേഹത്ത് നല്ല ചൂടുണ്ടേട്ടാ. അയ്യോ, നീ ഇത് ഒന്ന് നെറ്റിയിൽ വെച്ചു കൊടുക്ക്. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. അമ്മ, ഈശ്വര, ഇവരുടെ പനി ഒട്ടും കുറയുന്നില്ലല്ലോ. കാവ്യ, ദാ ഇത് കൊടുക്ക്. ഡോക്ടർ വരുന്ന സമയത്ത് വരട്ടെ. അതുവരേക്കും ഇത് കൊടുക്ക്. മിക്കവാറും പനി ഉടനെ കുറയും. ഏട്ടത്തി, പെൺകുട്ടികൾക്ക് അവരുടെ കല്യാണത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവുമല്ലേ? അതുപോലെ ഇഷയ്ക്കും ഉണ്ടായി കാണില്ലേ? പക്ഷെ അച്ഛനെ അവളെ വിവാഹം കഴിപ്പിച്ച് അയച്ച രീതി വെച്ച് നോക്കുമ്പോൾ അത് അവൾക്ക് ഒരു ദുസ്വപ്നമായി മാറാനേ സാധ്യതയുള്ളൂ. എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഇന്നലെ രാത്രി ആ പാവം അവിടെ എങ്ങനെ താമസിച്ചിട്ടുണ്ടാവും? അവിടെ ആരോടും സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ആരോടും വിഷമങ്ങൾ പറയാൻ പറ്റുന്നുണ്ടാവില്ല. പോരാത്തിന് അച്ഛൻ അവളുടെ ഫോണിലെത്തുകൊണ്ട് പോലും സമ്മതിച്ചില്ലല്ലോ. അതുകൊണ്ട് നമുക്കും അവളെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഈ വീട്ടില് അവൾ എന്തോ ഒരു സന്തോഷത്തോടെ കഴിഞ്ഞത്. പക്ഷെ ഇപ്പൊ അവളുടെ അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. ചേട്ടത്തി, അവളോടൊന്ന് സംസാരിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടാവില്ലേ? സരള ചേച്ചിയോട് സംസാരിക്കാൻ പറ്റുമല്ലോ. എന്താ, വിളിച്ചു നോക്ക്. ഈശോയുടെ കാര്യം അവർക്ക് അറിയാതിരിക്കില്ലല്ലോ. മരുമോളെ, ദാ വരുന്നു. ഇപ്പൊ വരാം. ഡോക്ടറെ, ഈ കുട്ടിയുടെ പനി എന്താ കുറയത്തെ? അത് കുറച്ച് സ്ട്രെസ് കൂടുതലായതുകൊണ്ട് ശരീരത്തിൽ മുഴുവൻ കുറച്ച് റാഷസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഫാമിലി ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുള്ള മരുന്ന് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആൻഡ് പ്ലീസ്, വേറെ മരുന്ന് കൊടുത്താൽ ശരിയാവില്ല. ചിലപ്പോൾ റിയാക്ഷൻസ് ഉണ്ടായാലോ. ഞാൻ വരട്ടെ? താങ്ക് യു. ശരി. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇവർക്ക് കൊടുക്കുന്ന മരുന്ന് ഏതാണെന്ന് ചോദിക്കും. പറയൂ സൂരജ്. സർ, ഇഷ മാഡം നല്ല സുഖമില്ലാതെ ഇരിക്കുക. ശരീരത്തിൽ അവിടെ ആയിട്ട് ചുവന്ന പാടുകൾ വന്നിട്ടുണ്ട്. പിന്നെ നല്ല പനിയുണ്ട്. സാധാരണ കൊടുക്കുന്ന മരുന്ന് ഏതാണെന്ന് അറിയണമായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഡോക്ടറും പറഞ്ഞത് അതേ മരുന്ന് തന്നെ കൊടുക്കണമെന്നാ. ആ കുട്ടിയുണ്ടല്ലോ, എന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞിട്ട് എന്റെ തീരുമാനങ്ങളെ വെല്ലുവിളിച്ചതാണ്. ഞാൻ അവളെ തന്നെ മറക്കാൻ ശ്രമിക്കുക. ഇനി അവളുടെ സുഖമോ അസുഖമോ സന്തോഷമോ സങ്കടമോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ഗുലാബ് സിംഗിന്റെ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിച്ചാൽ എന്തു സംഭവിക്കുമെന്ന് അവളും മനസ്സിലാക്കട്ടെ. അനുഭവത്തിൽ കൂടെ പഠിക്കട്ടെ. ഹലോ സർ, ഹലോ. ഇങ്ങനെ ഒരു അച്ഛനെ ശത്രുക്കൾക്ക് പോലും കിട്ടാതിരിക്കട്ടെ. അയാളുടെ മോൾ ഇവിടെ കിടന്ന് വിഷമിക്കുക. പക്ഷെ അയാൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ചേട്ടത്തി, എന്ത് ചെയ്തിട്ടാലും ആ മരുന്നിന്റെ പേര് പറഞ്ഞു കൊടുക്കണം. അതെ, ഒരു കാര്യം ചെയ്തല്ലോ, നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോയാലോ? അതേനേ, വരൂ. ഇവിടെ എന്താ പരിപാടി? ഇഷയുടെ അനുഭവം നിങ്ങൾ കണ്ടാണല്ലോ. ഇനി ഒരു കാരണവശാലും അച്ഛനെ എതിർക്കാൻ ശ്രമിക്കരുത്. നിന്റെ ചേട്ടൻ നൽകി പറയാം.
അല്ലെങ്കിൽ തന്നെ നിന്റെ കാര്യത്തിൽ അച്ഛൻ ഡിസപ്പോയിന്റഡാ. ഇനിയിപ്പോ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ, നീയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടി വരും. ഈ വീട്ടിൽ അച്ഛൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നടക്കൂ. അത് ഓർമ്മ വയ്ക്ക, സൂക്ഷിച്ചു പെരുമാറ്. നിന്റെ എല്ലാ തെറ്റുകൾക്കും മാപ്പ് കിട്ടിയെന്ന് വരും. പക്ഷെ ഈ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ച ആ തെറ്റിന് ഒരിക്കലും മാപ്പുണ്ടായിരിക്കില്ല. വല്യമ്മ, ഈശയുടെ കാര്യങ്ങളൊക്കെ വല്യമ്മയിലെ നോക്കിയിരുന്നത്. അപ്പോ ഇവള് കഴിക്കുന്ന മരുന്ന് ഏതാണെന്നും വല്യമ്മയ്ക്ക് അറിയായിരിക്കും. ആ പക്ഷെ ആവക കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ ചോദിക്കുന്നെന്ന് പറഞ്ഞാ എന്തു പറയും? അപ്പോ ഇഷയേട്ടത്തെ കല്യാണം കഴിച്ചു എന്ന് ചേട്ടന് പറയാൻ പറ്റുമോ? ഈശയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ വല്യമ്മയോട് സത്യം പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ഇത് ഭഗവാനെ, ഇന്ന് വരെ ഉണ്ടാവാത്ത കാര്യ. സൂരജിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവൻ ഇതുപോലെ വരാതിരുന്നിട്ടില്ല. വല്യമ്മേ, ഇപ്പോഴാണ് ഒഴിവ് കിട്ടിയേ. വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. എന്തിനാ വന്നത്? അവിടെ നിന്നാ മതിയായിരുന്നല്ലോ. വേണ്ട, പൊയ്ക്കോ. അങ്ങനെയൊന്നും നീ അല്ല എന്നോട് വല്യമ്മേ. വീണ്ടണ്ട. നിനക്ക് എന്നെക്കാൾ വലുതായി ഇപ്പൊ മറ്റാരൊക്കെയോ ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ല വല്യമ്മേ. അത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതായത് എന്റെ പിന്നെ ഇഷയുണ്ടല്ലോ, മതി മതി. ആ അഹങ്കാരം പിടിച്ച പെണ്ണുണ്ടല്ലോ, അവളുടെ പേര് പോലും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലായി. നീ അവളുടെ കല്യാണത്തിന് പോയിരുന്നല്ലേ? അവിടെ നിന്ന് കാണും. അതുകൊണ്ടല്ലേ വരാൻ സമയം കിട്ടാത്തത്. പേഷ്യന്റിന് BP ചെക്കേണ്ട ടൈമായി. ഒരു കണക്കിന് അവളുടെ കല്യാണം കഴിഞ്ഞത് നന്നായി. തീർന്നല്ലോ അവളുടെ ശല്യം. എന്റെ അഭിപ്രായത്തില് അവളുടെ ഭർത്താവിന്റെ വീട്ടുകാര് അവളുടെ സ്വന്തം വീട്ടിൽ അയക്കാനേ പാടില്ല. അപ്പൊ പിന്നെ എനിക്ക് അവളുടെ മുഖം കാണണ്ടല്ലോ. ഞാൻ പറയാം, എന്റെ വീട്ടിൽ ഇതുപോലെ ഒരു പെണ്ണ് കയറി വന്നാലുണ്ടല്ലോ, ഞാൻ ചൂലെടുത്ത് അവളെ തലങ്ങും വിലങ്ങും അടിച്ച് ഞാൻ പുറത്താക്കിക്കളെ. അതിന് പറ്റിയില്ലെങ്കിൽ ഞാൻ വിഷം കുടിച്ച് ചാവും. ഞാൻ എന്ത് ചെയ്യും? ഇഷ നമ്മുടെ വീട്ടിലുണ്ടെന്ന് ഞാൻ എങ്ങനെ വല്യമ്മയോട് പറയും? അവളെ കൈ കിട്ടിയാലുണ്ടല്ലോ രണ്ട് കൊടുക്കാനാ എനിക്ക് തോന്നുന്നേ. നോക്ക്, ഇവരെ ഒന്ന് സമാധാനിപ്പിക്കേ. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ, ഇത്ര സ്ട്രെയിൻ എടുക്കാൻ പാടില്ല. വല്യമ്മ, അതൊക്കെ വിട്ടേക്ക്. ഇപ്പോ നമുക്ക് നമ്മുടെ ആരോഗ്യമാണ് വലുത്. എന്നാലും ഞാൻ അവളെ എങ്ങനെ മറക്കാനാ? അവള് കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ അഹങ്കാരി പെണ്ണിന്റെ പേര് പറയുമ്പോ തന്നെ എനിക്കെന്റെ തലയ്ക്ക് മൊത്തം തീ പിടിക്കുക. മിണ്ടാതെ കിടക്ക് വല്യമ്മേ. ചേട്ടാ, നിങ്ങൾ കൃത്യസമയത്ത് എത്തിയത്. അല്ലെങ്കിലും വല്യമ്മയ്ക്ക് ഒരു തണുത്ത ജ്യൂസ് കൊടുക്കേണ്ട സമയം. ഇതങ്ങോട്ട് ഉള്ളിൽ ചെന്നാ എല്ലാം ശരിയായിക്കോ. വല്യമ്മേ, ദാ ഈ ജ്യൂസ് ഒറ്റ വലിക്കാൻ കുടിക്കാം. വല്യമ്മയുടെ ദേഷ്യം പടയെന്ന് പമ്പ കിടക്കുന്ന കണ്ടോ? ദാ കുടിക്കാൻ. വല്യമ്മ ഈശയുടെ പേര് പോലും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ സമയം കല്യാണക്കാര്യം കൂടി പറഞ്ഞ വല്യമ്മയുടെ ആരോഗ്യം കൂടുതൽ പ്രശ്നത്തിലാവത്തേ ഉള്ളൂ. പക്ഷെ സത്യം പറയാതെ ഈശയുടെ മരുന്നിന്റെ കാര്യം എങ്ങനെ അറിയും? ഇതാ, അന്ന് നീ വളരെ താല്പര്യത്തോടെ കഴിച്ച മധുരം തന്നെ ഒരിക്കൽ കൂടി നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. കാരണം നീ പറഞ്ഞത് അതുപോലെയൊക്കെ തന്നെ ആയി കാവേരി. നീ പറഞ്ഞതുപോലെ ആ രാഷ്ട്രീയക്കാരന്റെ മകനുമായിട്ടുള്ള കല്യാണം നടന്നില്ല. എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല. മനസ്സിൽ മറ്റൊരാളെ സ്നേഹിച്ചുകൊണ്ട് വേറൊരാളോടൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നിന്റെ നാവ് പൊന്നായതുപോലെയല്ലേ? ആ ഇതാ
വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വാക്കുകൾ അനുസരിക്കാൻ മടി കാണിച്ചതിന്റെ ശിക്ഷയാണ് നീ ഇപ്പൊ അനുഭവിക്കുന്നത്. അതേ തെറ്റും ആവർത്തിച്ച് നിന്റെ മകൾക്കും ഇതേ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ വീട്ടിൽ ജോലികൾ ചെയ്യുന്ന ബ്രഹ്മചാരിയായ ഒരു ഗുണ്ടയ്ക്കാണ് ഞാൻ അവളെ കെട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. നിന്റെ മകൾക്ക് കൊടുത്ത ശിക്ഷയാണ് അവളുടെ ഭർത്താവായ ബ്രഹ്മചാരി. ആ ശിക്ഷയാണ് അവൾ അർഹിക്കുന്നത്. നിന്റെ മോളുടെ ഭർത്താവ് എനിക്ക് വേണ്ടി ജീവൻ തരാൻ പോലും തയ്യാറാണ്. ഞാൻ പറഞ്ഞാൽ ആരുടെയും ജീവൻ എടുക്കാനും തയ്യാറാണ്. എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞു. ഏയ്, അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞെന്നല്ല, അവളുടെ ശിക്ഷ തുടങ്ങിന്ന് വേണം പറയാൻ. ഇപ്പൊ പനി പിടിച്ച് വിറച്ച് ചാകറായി കിടക്ക നിന്റെ മോള്. അവിടെയാണെങ്കിൽ അവൾക്ക് വേണ്ട മരുന്ന് കൊടുക്കാനും ആരുമില്ല. ഈശോയുടെ കല്യാണം കഴിഞ്ഞോ? എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞോ? എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞു. ഇന്ന് ശരിക്കും മധുരം കഴിക്കേണ്ടത് നീയാണ് ഗുലാബ്. ചേടാ, കാരണം മനുഷ്യന്റെ തലയിലെഴുത്തും ദൈവത്തിന്റെ ആഗ്രഹവും ആര് വിചാരിച്ചാലും മാറ്റാൻ സാധിക്കില്ല. പിന്നെ നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കും? എന്തായാലും നീ ആഗ്രഹിച്ചടുത്ത് ഇഷയെ കെട്ടിച്ചുവിടാൻ പറ്റിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇഷയെ കെട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എന്റെ ഈശ്വരൻ തീരുമാനിച്ച ആളാ. ഏതോ ഒരു ശാപത്തിനെ എന്റെ മകളുടെ തലയിൽ കെട്ടിവെച്ചതെന്ന് നീ സന്തോഷിക്കുന്നുണ്ടല്ലോ. ഇനി വരാനിരിക്കുന്ന കാലത്ത് അത് തന്നെ നിന്റെ തലയിൽ ഇടുത്തിയായി വീഴും. നോക്കിക്കോ. ആവശ്യത്തിലധികം ഉയർത്തിക്കൊണ്ട് നടക്കുന്ന നിന്റെ ഈ കഴുത്തിലെ എല്ലുകൾ പൊട്ടാനുള്ള സമയമായി ഗുലാബ്. ഈശ, ഈശ, ഈശ. അമ്മ, ഇവരുടെ അവസ്ഥ വളരെ മോശമാണല്ലോ. എന്റെ ഈശ്വര, ഇവളെങ്ങാനും തട്ടിപ്പോവോ? അപ്പൊ ഭർത്താവിന്റെ വീട്ടിലുള്ള എല്ലാവരോടും കൊന്നൊന്നല്ലേ പറയുള്ളൂ. മാത്രമല്ല ഞാൻ കുറെ കേട്ടിട്ടുണ്ട് ഇത്തരം കേസുകളിൽ ബെയില് പോലും കിട്ടൂല. പ്രിയ, നീ ഒന്നും മിണ്ടാതിരിക്കുക. എന്തിനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നേ? ചിറ്റപ്പ, ഇവരുടെ മരുന്നിന്റെ കാര്യം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമുക്ക് തൽക്കാലം നമ്മുടെ കയ്യിലുള്ള മരുന്ന് കൊടുത്തു നോക്കിയാലോ? ചിലപ്പോ ഇവരുടെ പനി കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞാലോ? കൊടുത്തോ. എന്റെ മോളുടെ കഴുത്തിൽ നീ ഒരു വർണ്ണമാലി ഇടിപ്പിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നില്ലേ? ഭാവിയിൽ അതൊരു വിഷസർപ്പമായി മാറി നിന്നെ തന്നെ കൊത്തുന്നത് നീ കണ്ടോ? അഹങ്കാരം ഏതോ അഭിമാനം ഏതോ എന്ന് അറിയാത്ത നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ആര് പാപം ചെയ്തോ ആര് പുണ്യം ചെയ്തോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല, ദൈവമാ തീരുമാനിക്കുന്നത്. മോളുടെ കല്യാണത്തിന് സന്തോഷിക്കുന്നേ. എന്റെ മോളുടെ കല്യാണത്തിന് നീ സന്തോഷിക്കേ. എന്റെ മോള് നിന്റെ സ്വർണ്ണക്കൂട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പറന്നു പോയിരിക്കുന്നു. എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു ഗുലാബ്. അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അവൾ സ്വതന്ത്രയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴാ എന്റെ മോൾ ശരിക്കും രക്ഷപ്പെട്ടത്. എന്റെ മോൾ സ്വതന്ത്രയായിരിക്കുന്നു.